സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സ്വന്തം വാളാൽ സ്വയം വെട്ടി നശിക്കുന്ന അവസ്ഥയിലേക്കാണോ ഇറാന്റെ നീക്കം? മതഭീകരതയുടെ വാഴ്ചയ്ക്ക് പാശ്ചാത്യ ലോകം കൽപ്പിച്ച അന്ത്യം അടുക്കുകയാണോ? റഷ്യയുടെയും ചൈനയുടെയും പിൻബലം കണ്ട് സാഹസം കാട്ടിയാൽ ഇറാൻ ആ ചരിത്ര നിശ്ചയം നേരിട്ട് അറിയേണ്ടി വന്നേക്കാം. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ ടെഹ്റാനിലെ മരണം ഇറാന് മതിയായ പാഠമാണ്. ഇറാന്റെ മടിയിലിട്ടാണ് പ്രിയമിത്രത്തെ ആരോ കൃത്യമായി തീർത്തതെന്നതിൽ ഇറാൻ ലജ്ജിക്കട്ടെ. അതിനു പകരം ഇസ്രയേലിനെ തീർക്കാൻ അന്ധമായ കോപത്തോടെ വീണ്ടും ഇറങ്ങിത്തിരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയുക. യഹൂദരെ ഒന്നടങ്കവും ഒപ്പം യൂത രാജ്യവും ഇല്ലാതാക്കുന്ന കൂട്ടനശീകരണ ആയുധമാണ് ഇറാന്റെ മനസ്സിലെങ്കിൽ മുന്നറിയിപ്പുകളും ഹനിയ സംഭവവും ഇറാൻ മറക്കേണ്ട. ഇസ്രായേലിനെതിരെ ഡ്രോണും മിസൈലും അയച്ച് രസിച്ചവരുടെ അരുമ കുഞ്ഞ് ഹനിയ ഒരു വിദൂര നിയന്ത്രിത ടൈം ബോംബാൽ തീർന്നത്. ഇറാൻ ഇനി ആണവ മിസൈലിൽ തൊട്ടാൽ എന്താകും ഭവിഷ്യത്തെന്ന് അനുമാനിക്കുകയേ വേണ്ടൂ. ഇസ്രായേൽ തീർക്കുമെന്ന് പറഞ്ഞ പലരും തീർക്കപ്പെട്ടിരിക്കുന്നു. നെതന്യാഹുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം ബുദ്ധിയുണ്ടെങ്കിൽ ഇറാന് ചെവികൊള്ളാം. ഗാസയിലെ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്ന്. ഗാസയിൽ ഇസ്രായേൽ നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ മിക്കവാറും തീർന്നിരിക്കുന്നു എന്നർത്ഥം. ഇനി ശ്രദ്ധ ഇറാനിലേക്ക് തിരിയുമെന്നും അമേരിക്ക അടക്കം ശക്തികളുടെ ഇടപെടലിലേക്ക് ഇറാനെ കൊണ്ട് ചെന്നെത്തിക്കുമെന്നും കൂടി ഗ്രഹിച്ചാൽ ബുദ്ധിപരമായിരിക്കും റഷ്യയെയും ചൈനയെയും കണ്ട് പേശി ഉരുട്ടാതിരിക്കുന്നതും. ഖത്തറിനെ അലോസരപ്പെടുത്താതിരിക്കാൻ ഇസ്മയിൽ ഹനിയയെ ദോഹയിലെ മാളത്തിൽ നിന്ന് ടെഹ്റാനിൽ ഗസ്റ്റ് ഹൗസിലെ രഹസ്യ ബോംബിന്റെ മുമ്പിൽ എത്തിച്ചു തീർപ്പാക്കിയ ബുദ്ധിക്ക് ഇറാനെയും ഉദ്ദേശിച്ച ഇടത്തെത്തിക്കാൻ കഴിയുമെന്നതിൽ സംശയം വേണ്ട. ഇങ്ങനെ വിലയിരുത്തിയാൽ ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിലും ഒരു ബുദ്ധിയുടെ വേല കാണാനുണ്ടോ? ഒരു കൗശല ചങ്ങലയുടെ സൂചന. റൈസി ഇല്ലാതായത് വഴി ഇസ്രായേലിനെ ശല്യക്കാരനായ പ്രസിഡന്റ് ഒഴിവാകുക മാത്രമല്ല സംഭവിച്ചത്. ഇറാനിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ്, പുതിയ സ്ഥാനാരോഹണം, അതിൽ പങ്കെടുക്കാൻ ഇറാന്റെ പ്രിയമിത്രം ഹനിയയുടെ സ്വാഭാവിക സാന്നിധ്യം. ദോഹയിലെ ആഡംബര സുഖവാസ സ്ഥാനത്ത് നിന്ന് ഹനിയയെ പുറത്തെത്തിക്കാൻ, അതും ടെഹ്റാനിൽ തന്നെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റൈസിയുടെ മരണത്തെക്കാൾ നല്ലൊരു സാഹചര്യം സൃഷ്ടിക്കാനില്ലല്ലോ. ആ മരണം ആസൂത്രിതമല്ലെന്ന് തന്നെ കരുതുക. അപ്പോഴും വിസ്മയം അവശേഷിക്കുന്നു. റൈസിയുടെ മരണം അറിഞ്ഞപ്പോൾ തന്നെ ഇറാനിലെ പുതിയ തെരഞ്ഞെടുപ്പും പുതിയ സ്ഥാനാരോഹണവും അതിൽ പങ്കെടുക്കുവാൻ ഹനിയയുടെ വരവും ഒറ്റയടിക്ക് മുമ്പിൽ കണ്ട ബുദ്ധി ആരുടേത്? 2 മാസം മുമ്പേ ഗസ്റ്റ് ഹൗസിൽ ടൈം ബോംബ് വെച്ച പദ്ധതിക്ക് പിന്നിലെ ബുദ്ധിയും ആരുടേത്? ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും സാമാന്യ നിഗമനം നമ്മളും പരസ്യമായി സ്വീകരിച്ചാൽ ഇസ്രയേലി രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുന്ന മൊസാദിന്റെ ഏറ്റവും മുന്തിയ ഓപ്പറേഷനുകളിൽ ഒന്നായി ഹനിയ നിഗ്രഹത്തെ കാണേണ്ടി വരും. ബുദ്ധി മാത്രമല്ല ഈ ഓപ്പറേഷന് പിന്നിൽ മതവാഴ്ചയ്ക്ക് എതിര് നിൽക്കുന്നവരുടെ ഭീകര സ്വപ്നമായ ഇറാൻ റെവല്യൂഷണറി ഗാർഡുകളുടെ നിരന്തര സമ്പർക്കത്തിലും നിരീക്ഷണത്തിലുമുള്ള ഗസ്റ്റ് ഹൗസിൽ ഹനിയ പതിവായി തങ്ങാറുള്ള മുറിയിലാണ് ബോംബ് വെച്ചത് എന്നത് ചെറിയ കാര്യമല്ല. സർജിക്കൽ കൃത്യതയോടെ നടത്തിയ വിദൂര നിയന്ത്രിത നടപടി. ഇതു ചെയ്യാൻ കഴിയും വിധം ഇസ്രായേലിന്റെ മൊസാദിന്റെ കരമോ വലയുമോ ഇറാനിൽ ഉണ്ടെന്നാണെങ്കിൽ, ഇറാൻ അത് അറിഞ്ഞില്ലെന്നാണെങ്കിൽ എന്തു ശക്തി ഭാവിച്ചാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ ഇറങ്ങിത്തിരിക്കുന്നത്? സ്ഫോടനം നടത്തിയത് ആരെന്ന റിപ്പോർട്ട് കിട്ടാതെ എന്തു ബലം സങ്കല്പിച്ചാണ് ഇസ്രായേലിനെ തീർക്കാൻ ആയത്തുള്ള അലി ഖമനായി ഉത്തരവിട്ടത്? ഇസ്രായേലിന്റെ താങ്ങാനാവാത്ത നടപടികൾക്ക് മുമ്പിൽ മതഭീകരതയുടെ പൈശാചിക തലച്ചോർ പോരെന്ന് ഇറാൻ ഗ്രഹിക്കണം. ഇനി എത്ര ഉഗ്രകോപം പൂണ്ടിട്ടും കാര്യമില്ല.
ഹമാസ് നേതാക്കളെ ഏതു മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബുദ്ധി അത് ചെയ്തു കാണിച്ചു. യഹൂദ രക്തത്തിനെ കണക്ക് ചോദിക്കുന്ന അവരുടെ കരം എത്ര നീണ്ടതെന്നും നേർബുദ്ധിയെ ചിന്തിക്കാൻ ഇറാൻ ഒരുക്കമെങ്കിൽ നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം പറയാത്ത സത്യവും ഗ്രഹിക്കാൻ കഴിയും. നാശവും നഷ്ടവും ഒഴിവാക്കണമെന്ന പ്രായോഗിക ബുദ്ധിയെങ്കിലും തോന്നുകയും ചെയ്യും. എന്തു ചെയ്യാം? ബുദ്ധിയല്ല, വഞ്ചിക്കുന്ന അജയതാ ബോധമാണല്ലോ ഇറാന്റെ തലച്ചോറിൽ നിറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇസ്രായേൽ അമേരിക്ക വിദ്വേഷവും. ഇസ്രായേലും ഹമാസും ഉൾപ്പെട്ട യുദ്ധവും ആൾനാശവും ദുരിതങ്ങളും നാശനഷ്ടങ്ങളും ഒന്നും ഒരു ദൈവസ്നേഹിയും മനുഷ്യസ്നേഹിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. അവിടേക്ക് കാര്യങ്ങളെ വലിച്ചിഴക്കുന്നവർ പിന്തിരിയുന്നില്ലെങ്കിലാണ് ആഗ്രഹിക്കാത്ത മറ്റു പലതും കൂടി ലോകം കാണേണ്ടി വരിക. മതഭീകരതയുടെ നഴ്സറിയായി ഇറാനെ മാറ്റിയ ഭരണത്തിന് ആഗോള സമൂഹം സങ്കല്പിച്ച ആയുസ് നേരത്തെ തീർന്നതാണ്. എന്നിട്ടും മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമെതിച്ചും അനേകരെ കഴിവിൽ തൂക്കിയും നിഷ്കരുണം പീഡിപ്പിച്ചും ജനങ്ങളെ ആകെ ഭയപ്പെടുത്തി ഭരണകൂടം ആയുസ് നീട്ടിയെടുത്തു. അതിനെ അറുതി വരാൻ പാകത്തിൽ ഇറാൻ തന്നെ കാരണങ്ങൾ സൃഷ്ടിക്കുകയാണോ? മട്ടിലാണല്ലോ സൂചി കുത്തുവന്നതിടം യഹൂദർക്ക് കൊടുക്കില്ല എന്ന ചാട്യക്കാരോട് ചേർന്ന് യൂത നിഗ്രഹത്തിനും യൂത രാജ നിർമാർജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. യാഥാർത്ഥ്യബോധമുണ്ടെങ്കിൽ ഇറാൻ ലജ്ജിക്കട്ടെ. അമ്മയുടെ ഗർഭപാത്രത്തെക്കാൾ സുരക്ഷിതമാണ് ടെഹ്റാൻ എന്ന് വിശ്വസിച്ചെത്തിയ ഹനിയയെ പോലും കാക്കാൻ കഴിയാതെ പോയതിന് ഇവരാണോ വിദൂരത്തെ പാലസ്തീൻകാർക്ക് രക്ഷകനാകാൻ പോകുന്നത്? തിരിച്ചടി നൽകി ഇസ്രയേലിനെ ശിക്ഷിക്കാമെന്നോ കരയിക്കാമെന്നോ കരുതുന്നത്? ഈ നാണക്കേട് ചെറുതല്ല. അതുകൊണ്ടാണല്ലോ സ്വന്തം പ്രസിഡന്റിന്റെ സംശയജനകമായ ദുരന്തത്തിൽ മിണ്ടാതിരുന്നവർ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ ഇളകി മറിയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് വരെ വിറ കൊണ്ട് ഇസ്രായേലിനെ തീർക്കാൻ ആജ്ഞാപിച്ചു. ആ ആജ്ഞ വന്നാൽ ഉടൻ ഇസ്രായേൽ ഇല്ലാതായി പോകുമെന്ന് അദ്ദേഹം ധരിച്ചോ? അന്ധമായ അജയതാബോധം അങ്ങനെയൊക്കെ തോന്നിക്കും. ഇടയ്ക്ക് ഇവിടുത്തെ മതമാധ്യമവും മതപ്രീണക മാധ്യമങ്ങളും നടത്തുന്ന വീമ്പ് പറച്ചിലിനെയും പക്ഷം പിടുത്തത്തെയും കുറിച്ച് ഒരല്പം. അവർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളെന്ന് ഹനിയയുടെയും ദൈഫിന്റെയും ഒക്കെ അനുഭവത്തോടെയാണെങ്കിലും മതവാദികളും പിന്തുണക്കാരും മനസ്സിലാക്കുമോ? ഇസ്രായേൽ തോറ്റെന്നും 9 മാസമായിട്ടും ഹമാസ് നേതാക്കളെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും പ്രചരിപ്പിച്ച് കേരളത്തിലെ ഹമാസ് പ്രേമികളെയും മതവാദികളെയും ആശ്വസിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനും ശ്രമിച്ചവർ ഇതാ ശസ്ത്രങ്ങൾ കൈമോശമെന്ന പോലെ നിൽക്കുന്നു. അവരിത് പറഞ്ഞ് ദിനങ്ങൾക്കുള്ളിലാണ് ദൈഫും ഹനിയയും തീർന്നത്. ഡെഡ് ലൈൻ പ്രഖ്യാപിക്കാതെ ശത്രുക്കളെ നീക്കം ചെയ്യുമെന്ന് തീരുമാനിച്ചവർ അത് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ ഇവിടുത്തെ മതമാധ്യമത്തിന്റെ അടിമത്ത മസ്തിഷ്കത്തിന് കഴിയില്ല. ഹനിയയോ മറ്റാരെങ്കിലുമോ മരിച്ചാൽ അത് രക്തസാക്ഷിത്വമാക്കി ആദരാഞ്ജലി അർപ്പിക്കാൻ ചാടി വീഴുന്ന ഗണത്തെ ഏതു സത്യമാണ് ബോധമതികളാക്കുക? ഇസ്രയേലിനോടുള്ള വിദ്വേഷത്തിന്റെ തീയിലെരിഞ്ഞ് സാഹസം കാട്ടാനോ സ്വന്തം അന്ത്യം കുറിക്കുന്ന നടപടികളിലേക്ക് നീങ്ങാനോ ഉള്ള ദുർബുദ്ധി ഇറാനെ തൊടാതിരിക്കുമോ? വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് മലയോര നിവാസികളെ ഉത്തരവാദികളാക്കാൻ ശ്രമിക്കുന്നത് ആരുടെ അജണ്ട? അതോ ഇത് ഓൺലൈൻ പരദൂഷണ വിനോദം മാത്രമോ? മാധവ ഗാഡ്ഗിലിനെ പുതിയ ദൈവാവതാരമാക്കി മലയോര മേഖലയിലെ കർഷക സമൂഹത്തെ ഒന്നടങ്കം താറടിക്കാനാണ് ഇപ്പോൾ ചിലരുടെ നീക്കം. തങ്ങളുടെ മുറിവൈദ്യവുമായി ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് വിധിയെഴുത്ത് നടത്തുന്ന പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും മലയോര മേഖലയുടെ സ്പന്ദനങ്ങളോ മലയോര ജനതയുടെ ദുരിതങ്ങളോ അറിഞ്ഞിട്ടുള്ളവരല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയുടെ സ്പന്ദനങ്ങൾ നന്നായി അറിയാവുന്ന പത്രമാധ്യമങ്ങൾ ഏറെ കൈകാര്യം ചെയ്തതാണ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. മാധവ് ഗാഡ്ഗിൽ ദുരുദ്ദേശക്കാരനല്ല.
പ്രകൃതിയെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ തന്റെ ഉദ്യോഗവും അധ്വാനവും മാറ്റിവെച്ചയാളാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് പകരം ജനങ്ങളെ കൂട്ടിക്കെട്ടി ചിലരെ രക്ഷിക്കാനോ സ്വന്തം ഉത്തരവാദിത്തം കൈയൊഴിഞ്ഞ് ജനങ്ങളുടെ ചെലവിൽ സേഫ് സോൺ ഉണ്ടാക്കാനോ ആണ് അധികാരസ്ഥർ ശ്രമിച്ചത്. റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് ഏകപക്ഷീയമായ നിയമനിർമ്മാണത്തിന് മുതിർന്നപ്പോൾ കർഷകർക്ക് പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടി വന്നു. യാഥാർത്ഥ്യബോധമില്ലാതെ മലയോര നിവാസികളെ പഴിക്കുന്ന പലരും സമൂഹത്തിലുണ്ട്. അവരുടെ ഇംഗിത പ്രകാരമല്ല മലയോര മേഖലയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കാണേണ്ടത്. മലയോര മേഖലയെ ദുർബലപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് മരം വളർത്തുകയും വിളകൾ നടുകയും ചെയ്യുന്ന സാധാരണക്കാരായ കർഷകരല്ല മേഖലയിലെ ഭൂതകർച്ചയ്ക്ക് കാരണം. വൻകിട ക്വാറികളും വൻകിട നിർമ്മിതികളും മല തുരക്കലും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. റിസോർട്ടുകളും ക്വാറികളും മറ്റും നടത്താൻ കടന്നു കയറിയ നിരവധി പേർ മലനാടിനെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയും പങ്കാളിത്തവും ഒക്കെ ഉള്ളവരാണ് എക്കാലവും അതിന് പിന്നിൽ. അവർ പ്രകൃതിക്ക് വരുത്തിവെച്ച ക്ഷതത്തെ കർഷകരുടെ അക്കൗണ്ടിൽ പെടുത്താനുള്ള ശ്രമം ഇതാദ്യമല്ല. അവരെ മൂടിപ്പിടിക്കാൻ വേണ്ടി മലയോര നിവാസികളെ ആകെ ഒരേ കുട ചൂടിക്കാൻ ശ്രമിക്കുന്നവർ ഒന്നുകിൽ നിക്ഷിപ്ത താല്പര്യക്കാരും ദുരുദ്ദേശക്കാരും, യൂട്യൂബർമാരായാലും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വെറുതെ ആരവം ഉണ്ടാക്കുന്നവർ. മലയോര നിവാസികളെ കാടടച്ചു പഴിക്കുന്ന അത്തരക്കാർ നിരുത്തരവാദപരമായി പലതും വിളിച്ചു പറയുന്നു. ഗാഡ്ഗിൽ പ്രതിഷ്ഠയുമായി പുത്തൻ പൂജയ്ക്ക് രംഗത്തെത്തുന്നവരുടെ ലക്ഷ്യം വിവാദത്തിലൂടെയുള്ള ജനശ്രദ്ധ മാത്രമോ നിക്ഷിപ്ത താല്പര്യങ്ങളോ എന്നറിയില്ല. കപ്പയോ കാച്ചിലോ ചേമ്പോ നട്ടാൽ, വാഴ കൃഷി ചെയ്താൽ, മരം വളർത്തിയാലൊക്കെ ഇടിയുന്നതാണ് മലയെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത കർഷകർക്കില്ല. ഇതൊന്നും ചെയ്യാതെ പ്രകൃതി നടത്തിയ നിരവധി തിരുത്തലുകളിലൂടെയാണ് ഇന്നത്തെ പരിസ്ഥിതി സംജാതമായിട്ടുള്ളതെന്ന് ആർക്കാണ് അറിയാത്തത്? ചൂരൽമലയിലെ ദുരന്തത്തിന് കാരണം അതിമഴയാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപ്രകാരം സമ്മർദ്ദത്തോടെ പാറയ്ക്കുള്ളിലേക്ക് കനിഞ്ഞിറങ്ങിയ വെള്ളം ഉള്ളിൽ താങ്ങാനാകാതെ പാറയ്ക്ക് സ്ഫോടനം സംഭവിച്ചു. ഇത് ശരിയോ എന്ന് സാധാരണക്കാർക്ക് അറിവില്ല. അതെന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. പക്ഷേ മുന്നറിയിപ്പുകൾ നൽകാനുള്ള സംവിധാനവും മുന്നറിയിപ്പ് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ള ക്രമീകരണവും കാര്യക്ഷമതയും ആത്മാർത്ഥതയുമാണ് സർക്കാരുകൾ ഒരുക്കേണ്ടത്. അതുപോലെ രക്ഷാദൗത്യവും പുനരധിവസിപ്പിക്കലും അതുണ്ടായിരുന്നോ, ഉണ്ടായോ എന്നത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന കാര്യം. അത് നടക്കട്ടെ. അതിനിടയിൽ കൂടി മലയോര കർഷകരെ മുൻവിധിയോടെ പഴിക്കുന്നത് ശരിയായ പ്രതികരണമല്ല. സജീവമായ അഗ്നിപർവ്വതം പൊട്ടിയാൽ അന്ത്യമാണെന്നറിഞ്ഞിട്ടും അനേകർ അത്തരം ഇടങ്ങളിൽ വസിക്കുന്നു. കാരണം ലാവ ഉറഞ്ഞ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത. അപകട സാധ്യത മറന്ന് അനേകർ മലയോര മേഖലയിൽ ജീവിക്കുന്നതിനും കാരണങ്ങളുണ്ട്. ഇടനാട്ടിലെ സൗകര്യങ്ങൾ അവർക്ക് പിടിക്കാഞ്ഞിട്ടല്ല, അവിടെ അവർക്ക് മതിയായ ഇടങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. അവരെല്ലാം ഇടനാട്ടിലേക്കും ലോ റേഞ്ചിലേക്കും ഇറങ്ങിയാൽ ആരവരെ സ്വീകരിക്കും? അവരെങ്ങനെ ജീവിതം പോക്കും? ഇതിന് ഉത്തരമില്ലാതെ ടേബിൾ ടോപ്പ് പരിസ്ഥിതി സ്നേഹവും ഭൂസ്നേഹവും കൊണ്ട് ജീവിക്കുന്നവർ ഉപജീവനം തുടരട്ടെ. പക്ഷേ എക്കാലവും ദുരിതം നേരിടുന്ന കർഷകരെ നിന്ദിക്കാൻ അവർ നിൽക്കരുത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.